ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കഴിഞ്ഞ ദിവസം നല്ല വേദന ദിവസം ഇങ്ങനെ എനിക്ക് വടി കൊണ്ട് തുടയ്ക്കാനറിയില്ല. അപ്പം ഇരുന്ന തുടയ്ക്കുക ഞാൻ മുട്ടുകുത്തി പണ്ടത്തെ പോലെ. അപ്പം ഇങ്ങനെ കൈ കുത്തി തുടച്ചപ്പോൾ ഈ കൈ ഇതിങ്ങനെ ഒറ്റ പൊക്ക് പോയി പിന്നിലേക്ക് ഇതിങ്ങനെ നല്ലോണം വഴക്കി കണ്ണാ. സീരിയസ് ആയിട്ട് പറയുമ്പോൾ ഇടയിൽ കയറി തമാശ പറയുന്നുണ്ട്. അപ്പം എന്തായാലും പറ്റുമോ അറിയില്ല. കയ്യിൽ നല്ല പെയിൻ ഉണ്ട്. എന്തായാലും നാളെ ഡോക്ടറെ അടുത്ത് പോകേണ്ട ദിവസം, ബാക്ക് പെയിൻ്റെ ഡോക്ടറെ കാണേണ്ട ദിവസം, രണ്ടാമത്തെ റിവ്യൂ കാണേണ്ട ദിവസം. ഒന്നല്ല, വെള്ളത്തിൽ സ്ലിപ്പായതാ തുടയ്ക്കുമ്പോൾ. അപ്പം എന്തായാലും നാളെ ബാക്ക് പെയിൻ്റെ ആ ഡോക്ടറെ കാണാൻ പോകണം. അപ്പോൾ ആ ഡോക്ടറോട് പറഞ്ഞിട്ട് ഒരു എക്സ്റേ എടുപ്പിച്ച് നോക്കേണ്ടി വരുന്ന തോന്നുന്നു. പിന്നെന്താ ഇന്നത്തെ വീഡിയോയിലേക്ക് പറയാനുള്ളത്? ഉറക്ക പറയേ. അതാണോ പറയണിപ്പോ? വേറൊന്നും പറയല്ലേ? മൈക്കില്ലെന്നറിയില്ലേ? പിന്നെ വ്യൂവേഴ്സിന് അത് കേക്കില്ല നമ്മൾ പറയണത്. അപ്പൊ ഉറക്ക പറയണം. അനന്ത് ആകെ ത്രില്ലടിച്ചിരിക്കുക. അനന്തുവിന് ഇന്നലെ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗിഫ്റ്റ് അല്ല, കുറേ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഗിഫ്റ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. നീ സംസാരിക്കുക. എപ്പോഴേക്കും ബ്ലൂടൂത്ത് സ്പീക്കർ, ഹോർലിക്സ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റുകൾ പലതരം. ഹോർലിക്സ് ബിസ്ക്കറ്റ് മാത്രം 2-3 ബിസ്ക്കറ്റ് ഉണ്ടാവും. ഒരു വേറെ സംഭവം കഴിച്ചില്ലേ, നട്ട്സ് ഒക്കെ ആയിട്ടുള്ളത്, ടേസ്റ്റില്ലേ? അപ്പൊ ബിസ്ക്കറ്റ് തന്നെ 2-3 തരം കൊടുന്നു. പിന്നെ വലിയ ഡയറി മിൽക്ക് കൊടുന്നു. പിന്നെ കൊടുന്ന സംഭവം ഇതാണ് കേട്ടോ. അത് പിന്നെ കഴിച്ചില്ലേ, ഒരു കൂട്ടം എല്ലാം കൂടി ഒരു ദിവസം കഴിക്കാൻ പറ്റില്ലല്ലോ. ബോട്ടിന്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് കൊടുന്നിരിക്കുന്നത്. ഇതാ അത് ബോട്ട്, ആ കമ്പനിയുടെ പേരാ ബോട്ട്. ബോട്ടിന്റെ ഇതിവിടെ എഴുതിയിട്ടുണ്ട് ബോട്ട്. പിന്നെ അങ്ങനെ പറയുന്നത് വിചാരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പീക്കറാണ് അനന്തമോന് കൊടുക്കുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് 5 തൊട്ട് 10 വരെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആണ്. ഞങ്ങള് ഫോണിൽ അറിയില്ല അമ്മയ്ക്ക് ഇതൊക്കെ പഠിക്കണം. ഇതൊന്നും എനിക്കറിയില്ല. പാട്ട് കേൾക്കാൻ അറിയാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. ഇൻസ്റ്റാൾ ചെയ്യണം, എത്ര നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം. വെള്ളം നിറച്ച് വെക്കാം. ഇതിലൊരു QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്ന പറഞ്ഞില്ല. എവിടെയോ ഒരു QR കോഡ് ഞാൻ കണ്ടായിരുന്നല്ലോ. ഒരു പേപ്പർ റൂണിങ് കാണായിരുന്നല്ലോ പൊന്നൂസ്. അന്നൊരു കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ അതിനിടയിൽ കൂടെ തമാശ പറയുന്നത്. അപ്പൊ ഇതില് ഇവിടെ ഉണ്ട്, ഇതിലുണ്ട് ഡീറ്റെയിൽസ്. പിന്നെ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് പറഞ്ഞു. അപ്പൊ അന്തോ അതിനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ നിലയ്ക്ക് എന്തെങ്കിലും സീരിയസ് പറയുമ്പോ, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ തമാശ അത് വ്യത്യാസമുണ്ട്. പലതരം സ്കാനിങ് ഉണ്ട്. വൈറസ് സ്കാൻ ചെയ്യൽ മാത്രമല്ല ഉള്ളത്, അതിനാ കൂടെ ആയിരുന്നു സ്കാനിങ് ആത്ത. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല കേട്ടോ. അവരിപ്പോൾ ഇന്നലെ കൊടുന്നു തന്നു. അപ്പോൾ അത് ശരിയാകണേ. അഥവാ അറിഞ്ഞില്ല തന്നെ അതിലെൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല, അവർ വീട്ടിലേക്ക് വരുന്ന സമയം ഒരാളുടെ വീട് എൻ്റെ തൊട്ടടുത്താണ്. വരുമ്പോൾ മകള് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. മകനും അവരോടും പറഞ്ഞത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 തൊട്ട് 10 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച കുട്ടികളാണ് ഞങ്ങൾ. ഞാനും ശാന്തി, മായ, ജയശ്രീ, അങ്ങനെയാണ്. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ കാര്യമായിട്ട് പറയുമ്പോൾ ഇനി ചീത്ത വല്ലതും കിട്ടുന്നുണ്ട്. ചീത്തയൊക്കെ ഒന്നും ഉറപ്പാണ്. ചിലത് ക്ഷമ പരീക്ഷിക്കുക. അപ്പം അതിൽ ഇവർ ശാന്തി മദ്രാസിലാണ്, ആളവിടെ സെറ്റിലാണ് ഫാമിലി ആയിട്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടാണ് ശാന്തിയും മായും ജയശ്രീ അവർ 3 കൂട്ടാണ് ഇപ്പോൾ ഈ ഗിഫ്റ്റ്. ഇവൻ പാട്ടൊക്കെ കേൾക്കണ കുട്ടി ആയതുകൊണ്ട് ഇത് ഉപകാരം ഒന്ന് പറഞ്ഞിട്ട് ഇത് തന്നിട്ട് ഇത് ഗിഫ്റ്റ് ചെയ്തു. അവൻ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതിൻ്റെ ഗിഫ്റ്റ് കേട്ടാ. പിന്നെ കുറച്ച് സ്വീറ്റ്സ് വന്നു. പിന്നെ വലിയ ഡയറി മിൽക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവന് ഈ എക്സാം പാസ്സായതിനു ശേഷം ഡയറി മിൽക്ക് കുറച്ചൊന്നല്ല കഴിച്ചേനെ. അപ്പോൾ മധുരം മാത്രം അധികം കഴിക്കണതും പൊട്ടിയല്ലേ. വലിയതാണ് എല്ലാവരും വാങ്ങിക്കൊണ്ടിരുന്നത്, ചെറുതല്ല. അപ്പോൾ ഈ വലുത് വാങ്ങിക്കൊണ്ടിരുമ്പോൾ മൊത്തം കൊടുക്കില്ല കേട്ടോ. ഞാനത് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ് കൊടുക്കുമ്പോൾ അവന് അതിനോട് 4 ഡിവൈഡ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഞങ്ങൾ കഴിക്കും, അല്ല അങ്ങനെ എടുത്ത് വെക്കും, ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് വീണ്ടും കൊടുക്കും. അങ്ങനെ ചെയ്യാം. ഷുഗർ വരും മധുരം കൂടുതൽ വെച്ചാൽ.
ഇപ്പൊ പറഞ്ഞാട്ടാ എനിക്ക് കഥയും തരണ്ട എനിക്ക് പേടിയത് കഴിക്കുമ്പോ കഴിക്കുക ചോണ്ടി കഴിക്കില്ലേ കഴിക്കാറില്ലേ കഴിക്കാറുണ്ട്. ഇനി ഞാൻ കഴിക്കില്ല. ഇപ്പൊ നീ ഇപ്പൊ 2-3 മിഠായി നിനക്ക് ഷുഗർ ഒന്നും വരില്ല. ഞാൻ ഉപയോഗിക്കേണ്ടി. അയ്യോ നിനക്കിപ്പോ ഷുഗർ ഒന്നും വരില്ല, നീ പേടിക്കണ്ട. ഇപ്പം പേടി ഷുഗർ വരുമോ ഇപ്പൊ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഒരു ഷുഗർ ഒന്നും വരാൻ പാടില്ല. പിന്നെ ജയിച്ചതിന്റെ സന്തോഷത്തിന്റെ മധുര അമ്മ കുറേ തരുന്നില്ലോ. ഇപ്പൊ 4 പീസായിട്ട് ഞാൻ പൊടിച്ചു കൊടുക്കും, ബാക്കി ഫ്രിഡ്ജിൽ വെക്കും കൊടുക്കും. ചില സമയത്ത് ചിലപ്പോൾ ഞാൻ ഒരു പീസൊക്കെ അതിലോട്ടില്ല എന്നോണം പറയാൻ പാടില്ലല്ലോ. മിഠായി നമ്മൾ എത്ര പ്രായമായി നമുക്ക് മിഠായി ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്. ഇവന് ഇഷ്ടമില്ലാത്തൊരു സംഭവം ഉണ്ട്. എല്ലാ കുട്ടികളും ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം ഇവന് ഇഷ്ടമല്ല. ഐസ്ക്രീം കഴിക്കില്ല. അത് തൊണ്ടവേദന വരുന്ന സാധനമാണ്, അസുഖം വരുത്തും, വായപ്പുളിപ്പുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഞാൻ വെച്ചാല് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങുന്ന ദിവസം ഞങ്ങൾ എന്ത് ചെയ്യും, ഇവന്റെ ഐസ്ക്രീം അവിടെ ഒരു പാത്രത്തിൽ അങ്ങനെ ഒരു ബൗളിലാക്കി വെക്കും. അതായത് മറ്റേ മറ്റേ ഇതാണെങ്കിലും മറ്റെന്താ പറയുക, കോർണറ്റ് പോലത്തെ ഐസ്ക്രീമുകളിലെ അതാണെങ്കിലും കാൻഡി ആയാലും അതല്ല ലിക്വിഡായിട്ടുള്ളത് വാങ്ങുക, ലിക്വിഡല്ല സാധാരണ ഐസ്ക്രീം ആണെങ്കിലും അവിടെ വെക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ തണുപ്പൊക്കെ പോയി അത് പാല് പോലെ ആവില്ല. അപ്പൊ ടീസ്പൂണോട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ്. അത് പറഞ്ഞാൽ അത് വേഗം വേഗം വാങ്ങി കഴിക്കും. ശരിക്കും ഐസ്ക്രീം അന്ന് നേരിട്ട് വന്ന് കൊടുത്താൽ കഴിക്കില്ല. ഫുഡ് കഴിക്കേണ്ട സമയമായി, കഴിക്കല്ലേ? അപ്പൊ ഇനി ഭക്ഷണം കൊടുക്കേണ്ട സമയമായി, ഞാൻ ഭക്ഷണം കൊടുക്കട്ടെ കേട്ടാ. ഇന്നലെ ഞങ്ങൾക്കൊരു ചെറിയ സ്ട്രൈക്കൊക്കെ കിട്ടി, സ്ട്രൈക്കല്ല ഒരു വാണിംഗ് ഒക്കെ കിട്ടി യൂട്യൂബിൽ നിന്ന്. ഇന്നലെ കൊച്ചിൻ്റെ വീണിട്ടുണ്ട് എന്നെ മുറിവില്ല, അത് കാണിക്കാൻ പാടില്ല അത്ര യൂട്യൂബിൽ. മുറിവ് ബ്ലഡ് അങ്ങനെയുള്ള സംഭവങ്ങളും കാണിക്കാൻ പാടില്ല. എനിക്കറിയില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ടല്ലേ. നെഗറ്റീവ്, അതുകൊണ്ട് എനിക്കറിയില്ല അങ്ങനെ കാണിക്കാൻ പാടില്ല, വെപ്പൺസ് ഒന്നും കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരു വാണിംഗ് കിട്ടി. അതിപ്പോൾ വേറെ കാര്യത്തിൽ ചാനലിനെ ബാധിച്ചിട്ടില്ല. പിന്നെ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര. അല്ലെങ്കിൽ തന്നെ യൂട്യൂബിൽ ഒരു കാര്യമില്ല, വീഡിയോ ചെയ്തിട്ട് വാച്ച് ടൈം എന്ന് പറഞ്ഞ സാധനം ഇല്ല, വ്യൂവേഴ്സ് ഇല്ല. മറ്റേ ഷോർട്ടൊക്കെ ഇടും, ഭഗവത്ഗീതയൊക്കെ ഇടുമ്പോൾ അവനൊരു 1000 പേരൊക്കെ കാണുന്നുള്ളൂ. അതേസമയം ഇതേ സാധനം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇടുമ്പോൾ കണ്ടമാനം ആൾക്കാർ കാണുന്നുണ്ട്, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ യൂട്യൂബിൽ വളരെ വളരെ വളരെയധികം കുറവാണ് പോണ വ്യൂവേഴ്സ്. എന്ത് വീഡിയോ ഇട്ടാലും നമുക്ക് റീച്ചില്ല. പിന്നെ അത് ചിലപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ലാത്തത് ഞങ്ങൾ തമ്മിലുള്ള ഒരു കണ്ടന്റ് അല്ലേ, വലിയ പറയത്തക്ക ഭംഗിയുള്ള സാധനങ്ങളൊന്നും ഇല്ലോ ഇതില്ലേ. അപ്പം അതുകൊണ്ട് ബോറടിക്കുന്നുണ്ടാവാം, മേ ബി. കുഴപ്പമില്ല, നമ്മളതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. എന്തായാലും ഒരു വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം ഇവന് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും നമുക്ക് ചെയ്തവർ. പിന്നലെ എന്നെ അവൻ പറഞ്ഞു, മറ്റേ DS ചാനൽ രാജ്യമ്മ കമൻ്റ് ഇട്ടിട്ടില്ല, കണ്ടില്ലാവോ, അതോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്. അപ്പോൾ അവനത് ഫീൽ ചെയ്ത് തുടങ്ങി. അവൻ സ്ഥിരം കമൻറ്റ് ചെയ്ത് അവനെ സ്നേഹിക്കുന്നവരുടെ കമൻറ്റ് കാണാണ്ടാകുമ്പോൾ അവന് ഭയങ്കര വിഷമമാണ്. അപ്പം ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അപ്പോൾ ഓക്കെ, ബൈ. ഞങ്ങൾ അടുത്ത ദിവസം കാണാം നമുക്ക് കേട്ടോ. ഓക്കെ.